എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 87 ശ്ലോകം 30, 31, 32, 33 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ശ്രുതികള് ഭഗവാനെ സ്തുതിക്കുന്ന ആ ശ്രുതിഗീതയിലെ ശ്ലോകങ്ങളാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 30. അപരിമിതാ ധ്രുവാസ്തനുഭൃതോ യദി സർവഗതാ തർഹി ന ശാസ്യതേതി നിയമോ ധ്രുവ നേതരഥാ അജനിജയന്മയം തദാ വിമുച്യ നിയന്ത്ര് ഭവേത് സമമനുജാനതാം യഥാ മതം മതതുഷ്ടതയാ. ജീവാത്മാക്കൾക്ക് സംഖ്യയില്ല എന്നും അവര് തന്റെ രൂപേണ നിത്യന്മാരാകുന്നുവെന്നും ചിലര് പറയണു. അങ്ങനെയായാൽ നിത്യത, സർവവ്യാപിത എന്ന ഗുണം ജീവാത്മാക്കൾക്ക് സിദ്ധമായി. ഇത് തന്നെയാണ് ഈശ്വര ഗുണവും. സമാന ഗുണമുള്ളവരിൽ ഒരാള് മറ്റൊരാളെ ശാസിക്കാൻ യോഗ്യനെന്നും അന്യൻ കീഴടങ്ങിയിരിക്കേണ്ടവനും എന്നും വരാൻ സാധ്യതയില്ല. അപ്പോ നിന്തിരുവടി ജീവാത്മാക്കളെ ശാസിക്കുന്നവനാകുന്നു എന്ന് സകല പ്രമാണങ്ങളും പറയുന്നത് ശരിയാവില്ല എന്ന് വരും. ഞങ്ങള് പറയുന്ന പക്ഷം ഈ ശങ്കയെ തീർക്കുന്നതായതുകൊണ്ട് ആ പക്ഷം താഴെ പറയാം. യാതൊരു വസ്തു യാതൊന്നിന്റെ വികാരപ്രായമായി ജനിക്കുന്നുവോ അത് ആ വസ്തുവിനെ നിയമിക്കാൻ മതിയാകും എന്നാണ് നിയമം. ജീവനെ നിയമിക്കാൻ മതിയായ വസ്തു ഏതാണ് എന്നാൽ യാതൊരു വസ്തു കാരണത്വേന എല്ലാറ്റിലും ചേർന്നതായും അറിയുന്നു എന്ന് പറയുന്നവരുടെ അറിവിന് ദോഷമുണ്ടാകയാൽ അറിവിന് വിഷയമാകാതെയും ഇരിക്കുന്നുവോ അതുതന്നെ ജീവാത്മാക്കളെ നിയമിക്കുന്ന നിന്തിരുവടിയുടെ സ്വരൂപം. അപ്രകാരം ഇരിക്കുന്ന പരമാത്മാവായ നിന്തിരുവടിയിൽ നിന്ന് അവിദ്യാകൃത നാനോപാധികളായി അംശങ്ങളായി ജീവാത്മാക്കൾ ജനിച്ച് ജനന മരണങ്ങൾ അടയുന്നു എന്നും അങ്ങനെ സംസാരിക്കുന്ന ജീവന്മാരെ ശാസിച്ച് അവരുടെ അവിദ്യയെ കാരുണ്യാതിരേകത്താൽ നശിപ്പിച്ച് അവരുടെ നിയന്താവായിരിക്കുന്നത് നിന്തിരുവടിയാകുന്നു എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാകുമ്പോൾ ജീവന്റെ ഉപാധിനാശത്തോടുകൂടി ജീവത്വം നശിക്കുന്നു. ഉപാധി സംബന്ധം നശിക്കുമ്പോൾ അംശത്വവും നശിച്ച് പൂർണ്ണമായി കാരണമായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപം പരിപൂർണമായി പ്രകാശിക്കുന്നു. അതിനാൽ അവിദ്യാവസ്ഥയിൽ ബന്ധവും അവിദ്യാനിവൃത്തിയിൽ മോക്ഷവും ഉണ്ടെന്നുള്ള വ്യവഹാരത്തിന് ദോഷം ഇല്ലതാനും. ഇതാണ് ഉപനിഷത്തുകളായ ഞങ്ങളുടെ മതമെന്ന് ശ്രുതി അഭിമാനികളായ ദേവതകളുടെ മുഖത്തിൽ നിന്ന് നിർഗമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നിൽ നിന്ന് ഭിന്നമായ മറ്റൊരു വസ്തുവിനെ എന്ന പോലെ ജീവാത്മാവ് പരമാത്മാവിനെ അറിയുകയല്ല. ജീവാത്മാവ് തന്നെ കർമ്മദോഷത്താൽ സിദ്ധിച്ച കാരണോപാധി ഭക്തി നിമിത്തം നശിക്കുമ്പോൾ പരമാത്മാവായി തന്നെ ഇരിക്കുന്നു എന്ന് അനുഭവിച്ചറിയും. അതാണ് മുക്തി. അതിനാൽ പരമാത്മാവ് സർവാന്തരനായിട്ട് ജീവനിയന്താവായി ഭവിക്കണു എന്നാണ് അതിന്റെ സാരം. അന്തർയന്താ സർവലോകസ്യ ഗീത ശ്രുത്യായുക്താ ജൈവമേവാവസേയ യഃ സർവജ്ഞ സർവശക്തിർ നൃസിംഹ ശ്രീമന്തം തം ചേതസൈവാവലംബേ എന്ന് ശ്രീധരാചാര്യ പദ്യം. സർവലോകത്തിന്റെ അന്തര്യാമിയും സർവത്തെയും അതതിന്റെ നിലയ്ക്ക് നിർത്തുവാനും യാതൊരുവനാണെന്ന് ശ്രുതി യുക്തികൾ കൊണ്ട് നിശ്ചയിക്കപ്പെടുവാൻ യോഗ്യനോ അവൻ സർവജ്ഞനും സർവശക്തനുമായ നൃസിംഹനാകുന്നു. ആ പുരുഷോത്തമനെ ചിദ്രൂപമായ ചേതസ്സുകൊണ്ട് തന്നെ ഞാൻ ആശ്രയിക്കുന്നു. നഖടത ഉത്ഭവ പ്രകൃതി പൂരുഷയോ രജയോ ഉഭയയുജാ ഭവന്ത്യാസുകൃതോ ജലബുദ്ബുദവത് ത്വയിദൈമേ തതോ വിവിധ നാമ ഗുണൈ പരമേ സരിതൈവാർണവേ മധുനിലില്ലുരശേഷരസാഹ. പരമാത്മാവിൽ നിന്ന് ജീവാത്മാക്കൾ ജനിക്കുന്നുവെങ്കിൽ മുൻപ് പറഞ്ഞ പ്രകാരം നിയാമക നിയമ്യഭാവം ചേരും എങ്കിലും ജനനമുള്ളവയ്ക്ക് നാശവും ഉണ്ടെന്ന് നിശ്ചയമാകയാൽ ജീവാത്മാക്കൾ നിത്യങ്ങളല്ല എന്ന് വരും. അങ്ങനെയായാൽ മോക്ഷം എന്നത് സ്വരൂപഹാനി തന്നെയെന്നും വരുന്നതായതുകൊണ്ട് സ്വപ്രകാശാനന്ദ ആത്മാവിന് അവിദ്യാകൃതങ്ങളായ
അനർത്ഥങ്ങളുടെ നിവൃത്തിയാകുന്നു മോക്ഷം എന്ന സിദ്ധാന്തത്തിനും ഭംഗം വരുന്നതായതുകൊണ്ട് ഉപാധി ജന്മം കൊണ്ട് തന്നെ ജീവാത്മാക്കളുടെ ജന്മം എന്നല്ലാതെ വേറെ ഒരു വിധത്തിലും ചേരില്ല. പ്രകൃതിയാണ് ജീവരൂപേണ ജനിക്കുന്നതെന്ന് വന്നാൽ ജീവാത്മാക്കൾക്ക് ജഡത്വം സംഭവിക്കും. പുരുഷനാകുന്നു ജീവനായി ജനിക്കുന്നതെന്ന് വന്നാൽ പുരുഷൻ വികാരിയാകുന്നുവെന്നൊരു ദോഷവും സംഭവിക്കും. അപ്പോ പ്രകൃതി പുരുഷന്മാര് ഇരുവരും കൂടി ജനിക്കുന്നു എന്ന് വന്നാലും ഈ ദോഷം രണ്ടുപേർക്കും സംഭവിക്കും. അത് മാത്രമല്ല, പ്രകൃതിയെ അജ എന്ന് വെച്ചാൽ ജനിക്കാത്തത് എന്നും പുരുഷനെ അജൻ, അതായത് ജനിക്കാത്തവൻ എന്നും വേദം തന്നെ പറയണം. അതുകൊണ്ട് പ്രകൃതി പുരുഷന്മാർ രണ്ടുപേരും ജന്മത്തോടു കൂടാത്തവരെന്ന് സിദ്ധമായി. അപ്പൊ അതുകൊണ്ടും പ്രകൃതി പുരുഷന്മാര് രണ്ടുപേരും ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ജീവാത്മാക്കളെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് പ്രകൃതി പുരുഷന്മാരുടെ ഐക്യം ഹേതുവായിട്ടാണ്. അതിനാൽ അന്യോന്യ അധ്യാസ നിമിത്തമുള്ള ജന്മമില്ലാതെ പാരമാർത്ഥിക ജന്മം ജീവാത്മാക്കൾക്ക് സിദ്ധിക്കില്ല. ജന്മമില്ലാത്തതിനാൽ നാശമുണ്ടെന്ന് പറയാനും നിവൃത്തിയില്ലാതെയായി. അപ്പോൾ പ്രകൃതി നിമിത്തം പാരതന്ത്ര്യമുള്ളതിനാൽ ജീവൻ എന്നും അതില്ലാത്തതിനാൽ ഈശ്വരൻ എന്നും ഉള്ള വിഭാഗത്തിന് ചേർച്ചയും ഉണ്ട്. അപ്പൊ ജീവാത്മാക്കളുടെ ജന്മം നീർപ്പോളകളുടെ ജന്മം പോലെയാണ്. കേവലം കാറ്റുകൊണ്ടും കേവലം ജലം കൊണ്ടും ജലബുൽബുദങ്ങള്, അതായത് നീർപ്പോളകള് ഉണ്ടാകില്ല. കാറ്റും വെള്ളവും തമ്മിൽ യോജിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ നീർപ്പോളകൾ. അതുപോലെ കേവലം പ്രകൃതി കൊണ്ടും കേവലം പുരുഷനെ കൊണ്ടും ജീവാത്മാക്കൾക്ക് ഉത്ഭവമില്ല. അവര് തമ്മിൽ ചേർന്നാലോ ഉത്ഭവിക്കുകയും ചെയ്യും. ഇങ്ങനെ ജീവജന്മം മായോപാധികനായ നിന്തിരുവടിയിൽ നിന്നാകയാൽ നാനാവിധങ്ങളായ നാമങ്ങളോടും ഗുണങ്ങളോടും കൂടിയ ഉപാധികളോടുകൂടി ജീവാത്മാക്കൾ നിന്തിരുവടിയിൽ തന്നെ തേനിൽ പുഷ്പരസങ്ങൾ എന്ന പോലെയും സമുദ്രത്തിൽ നദികൾ എന്ന പോലെയും സുഷുപ്തിയിലും പ്രളയത്തിലും ലയിക്കുന്നു. അനേകം പുഷ്പങ്ങളിൽ നിന്നെടുത്ത രസങ്ങളാകുന്നു തേൻ. എന്നാൽ ഇന്ന പുഷ്പത്തിൽ നിന്ന് വന്ന രസമാണെന്ന് ഇത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു പ്രത്യേകത തേനിൽ കാണില്ല. എങ്കിലും സാമാന്യ രസം അതിലുണ്ട്. അതുപോലെ നാനാവിധോപാധികളുടെ വിശേഷ പ്രതിഭാനം സുഷുപ്തി പ്രളയങ്ങളിൽ ഇല്ലെങ്കിലും സാമാന്യമായ പ്രതിഭാനം ആ അവസ്ഥകളിലും ഉണ്ട്. അതുകൊണ്ട് പുഷ്പരസങ്ങൾ തേനിൽ എന്ന പോലെ ജീവാത്മാക്കൾ നിന്തിരുവടിയിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞത് സുഷുപ്തി പ്രളയകാലങ്ങൾക്ക് പറ്റുന്നതാണ്. അവിടെ കാരണമായ ഉപാധിക്ക് നാശമില്ല. സ്ഥൂല സൂക്ഷ്മങ്ങളായ ഉപാധികള് നശിക്കും. സമുദ്രത്തിൽ നദി പോലെയും എന്ന രണ്ടാമത്തെ ഉപമ പറഞ്ഞത് ജീവൻ കാരണോപാധിയിൽ നിന്നും ഭക്തി ജ്ഞാനം എന്നിവ നിമിത്തം മുക്തനാകും എന്ന് കാണിക്കാനാണ്. അപ്രകാരം സർവോപാധിരഹിതനായിരിക്കുന്നതിനാൽ നിന്തിരുവടിയും ജീവനും ഒന്നായി ഭവിക്കുന്നു. കാരണമായ അജ്ഞാനവും അവിടെ നശിക്കുന്നു. നദികളും നാമരൂപങ്ങളും ജലരസഭേദങ്ങളും സമുദ്രത്തിൽ ചേരുന്നത് വരെ മാത്രമേ ഉള്ളൂ. ചേർന്നതിന് ശേഷം എല്ലാറ്റിനും സമുദ്രത്തിലെ രസത്തോടു കൂടി ഐക്യം സിദ്ധിക്കുന്നതല്ലാതെ നദികളുടെ നാമരൂപരസങ്ങളുടെ പ്രകാശം സാമാന്യമായിട്ടോ വിശേഷമായിട്ടോ ഇല്ല. കേവലം സമുദ്രരൂപമായിട്ട് പ്രകാശിക്കുന്നു. പിന്നെ നദിയില്ല, ഒന്നുമില്ല, സമുദ്രമായിട്ട് മാറി അല്ലെ. അതുപോലെ ജ്ഞാനം നിമിത്തം അജ്ഞാനം നശിക്കുമ്പോൾ ജീവൻ നിന്തിരുവടിയിൽ ഏകീഭൂതനായി നിന്തിരുവടിയായിട്ട് തന്നെ പ്രകാശിക്കുന്നു. യസ്മിൻ ഉദ്യദ്വിലയമപി അൽഭാതി വിശ്വം ലയാദൗ ജീവോപേദം ഗുരുകരുണയാ കേവലാത്മാവബോധേ അത്യന്താന്തം വ്രജതി സഹസാ സിന്ധുവൽ സിന്ധു മധ്യേ മധ്യേ ചിത്തം ത്രിഭുവന ഗുരും ഭാവയേ തം നൃസിംഹം എന്ന് ശ്രീധരാചാര്യരുടെ ശ്ലോകം. അതിന്റെ സാരം എന്താണെന്ന് വെച്ചാൽ, പ്രളയം സുഷുപ്തി മുതലായ അവസ്ഥകളിലെ വിശ്വം ദേഹാദി പ്രപഞ്ചം ഇതൊക്കെ ഇല്ലാതെ ആയി എന്ന് തോന്നുമെങ്കിലും തീരെ നശിച്ചിട്ടില്ല. ദേഹാദി പ്രപഞ്ചം സുഷുപ്തി കാലത്തിൽ അജ്ഞാതത്തിലും പ്രളയത്തിൽ ഈശ്വരമായയിലും ലയിക്കുന്നു. മായ ഈശ്വരനിൽ അടങ്ങിയിരിക്കുന്നു. തീരെ നശിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, സൃഷ്ടികാലത്തിൽ പ്രപഞ്ചം വീണ്ടും ഉണ്ടാകുന്നു. ജാഗ്രത അവസ്ഥയില് കാര്യവിചാരാദികളും കാണപ്പെടുന്നു. തീരെ നശിച്ചു എങ്കിൽ പിന്നെ കാണില്ലല്ലോ. പരമഗുരു കാരുണ്യത്താൽ അജ്ഞാനം എപ്പോൾ തീരെ നശിക്കുന്നുവോ അപ്പോൾ ജീവൻ സ്വരൂപമായ പരമാനന്ദ സമുദ്രത്തിൽ ഒന്നായിട്ട് ചേരുന്നു. നദികൾ സമുദ്രത്തിൽ ചേർന്ന് ഒന്നായി ഭവിക്കുന്നത് പോലെ ഇപ്രകാരം സർവപ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും ലയവും അന്തേമുക്തിയും ഏതൊരുവിനെ ആശ്രയിക്കുന്നത് കൊണ്ടുണ്ടാകുന്നുവോ എന്റെ ചിത്തമധ്യത്തിൽ വിളങ്ങുന്ന ആ നരസിംഹമൂർത്തിയെ ഞാൻ ധ്യാനിക്കുന്നു. ഇതാണ് 31-ാമത്തെ ശ്ലോകത്തിലെ സാരാംശം.
ദൃശു തവ മായയാ ഭ്രമമീഷ്വവഗത്യ ഭൃശം ത്വയി സുധിയോ ഭവേദധതി ഭാവമനുപ്രഭവം കഥമനുവർത്തതാം ഭവഭയം തവയൽ ഭൃഗുടി സൃജതി ബുഹുസ്ത്രിണേമിരഭവൽ ശരണേഷു ഭയം. മുൻപ് പറഞ്ഞ പോലെ നിന്തിരുവടിയുടെ മായ കൊണ്ടുണ്ടാകുന്നതാണ് ജീവാത്മാക്കൾക്ക് ജനന മരണബന്ധങ്ങൾ എന്ന് ബുദ്ധിമാന്മാര് അറിയണു. അവരത് അറിഞ്ഞിട്ട് സംസാര സങ്കടത്തെ തീർത്തു രക്ഷിക്കുന്ന നിന്തിരുവടിയിൽ ക്രമേണ ഉത്കർഷത്തെ പ്രാപിക്കുന്നതായ ഭക്തിയെ ധരിക്കുന്നു. അങ്ങനെ നിന്തിരുവടിയെ സേവിക്കുന്നവർക്ക് സംസാര ഭയം ഉണ്ടാവാൻ സംഗതിയില്ല. നിന്തിരുവടിയെ ആര് രക്ഷിതാവായിട്ട് കരുതാതെ ഇരിക്കുന്നുവോ അവരിൽ ശീതം, ഉഷ്ണം, വർഷം എന്ന 3 ചക്രങ്ങളോടുകൂടിയ കാലം ജന്മ മൃതിരൂപമായ ഭയത്തെ ഉണ്ടാക്കുന്നു. അങ്ങയെ ഭജിക്കുന്നവരെ കാലശക്തി ബാധിക്കില്ല. സംസാര ചക്രക്രകചൈർ വിദീർണമുദീർണ നാനാഭവതാപതപദം കഥഞ്ചിതാവന്നമിഹ പ്രപന്നം ത്വമുത്തര ശ്രീ നൃഹരേ നൃലോകം എന്ന ശ്രീധരാചാര്യരുടെ ശ്ലോകം. സംസാര ചക്രമാകുന്ന ഈർച്ചവാൾ കൊണ്ട് മുറിക്കപ്പെട്ടും ബഹുവിധ ജന്മങ്ങളിൽ പരമദുഃഖാഗ്നിയിൽ വീണു തപിച്ചും കൊണ്ടിരിക്കുന്ന ജീവന് ഏതോ പുണ്യവിശേഷത്താൽ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യജന്മം സിദ്ധിച്ചും നിന്തിരുവടിയെ ശരണം പ്രാപിച്ചും ഇരിക്കുന്ന മനുഷ്യവർഗത്തെ ഹേ കരുണാനിധിയായ നരസിംഹമൂർത്തെ രക്ഷിക്കണമേ. വിജിത ഹൃഷീകവായുഭിരദാന്തമനസ്തുരകം യൈഹയദന്തിയന്തുമതിലോലമുപായഖിത വ്യസനശതാന്വിതാ സമവകായ ഗുരോശ്ചരണം വണിജൈവാജസന്ധ്യാകൃതകർണധരാജലഥൗ. സംസാര സങ്കട നിവൃത്തി വരുത്തുന്നത് ഭക്തിയാണ് എന്ന് പൂർവ്വശ്ലോകത്തില് ഉറപ്പിച്ചു പറഞ്ഞ ശേഷം ആ ഭക്തിയാകട്ടെ ഗുരുകാരുണ്യം കൊണ്ട് ഉണ്ടാകുമെന്നും അങ്ങനെയല്ല ഞാൻ സംസാര സമുദ്രത്തിൽ കിടന്ന് മുങ്ങിപ്പൊങ്ങി ക്ലേശിക്കേണ്ടി വരും എന്നെന്താ ഉറപ്പിച്ചു പറയുകയാണ് ഈ ശ്ലോകത്തില്. യാതൊരുത്തർ ഇന്ദ്രിയങ്ങളെയും പ്രാണാദി വായുക്കളെയും ജയിച്ചവരാൽ കൂടി ഒതുക്കപ്പെടാത്തതായി അതിചഞ്ചലമായിരിക്കുന്ന മനസ്സാകുന്ന കുതിരയെ ശിക്ഷിച്ച് വശീകരിക്കാനായിക്കൊണ്ട് ഗുരുവിനെ ആശ്രയിക്കാതെ യത്നം ചെയ്യുന്നുവോ അവര് ഓരോരോ ഉപായങ്ങളിൽ മാറി മാറി പ്രവർത്തിക്കുക നിമിത്തം ദുഃഖത്തിനു പാത്രീഭൂതരായി അനേക വ്യസനപരവശന്മാരായിട്ട് കപ്പൽക്കാരനെ ആശ്രയിക്കാതെ കപ്പലിലിരുന്ന് ജലമാർഗേണ പുറപ്പെട്ട കച്ചവടക്കാര് സമുദ്രത്തിൽ മുങ്ങുന്നത് പോലെ സംസാര സമുദ്രത്തിൽ മുങ്ങുന്നു. ഗുരുവിനെ ആശ്രയിച്ച് യത്നം ചെയ്താൽ അവർ ഉപായക്ലേശത്തോടും വ്യസനത്തോടും കൂടാതെ സംസാര സമുദ്രത്തെ തരണം ചെയ്യുകയും ചെയ്യും. ഗുരുകാരുണ്യം കൂടാതെ മനസ്സമാധാനം സിദ്ധിക്കില്ല. അതിനാൽ ഗുരുവിനെ ശരണം പ്രാപിക്കണം. യഥാ പരമാനന്ദ ഗുരോ ഭവൽപദേ പദം മനോ മേ ഭഗവല്ലഭയതാ തദാ നിരസ്താഖില സാധന ശ്രമ ശ്രേയ സൗഖ്യം ഭവത കൃപാദ എന്ന ശ്രീധരാചാര്യ ശ്ലോകം. ഹേ പരമാനന്ദ സ്വരൂപനായ പരമഗുരു, എന്റെ മനസ്സിന് എപ്പോൾ നിന്തിരുവടിയുടെ പാതാരവിന്ദത്തിൽ സ്ഥിതി സിദ്ധിക്കുമോ അപ്പോൾ സാധന സമ്പാദന പരിശ്രമം ഒന്നും കൂടാതെ തന്നെ ഞാൻ സൗഖ്യത്തെ പ്രാപിക്കും. എന്നിൽ കരുണയുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.